നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 2026 വ്യാഴമാറ്റ ഫലത്തെ കുറിച്ചാണ്. അതായത് കഴിഞ്ഞ വീഡിയോകളിൽ മേടം മുതൽ ധനു വരെയുള്ള രാശികളുടെ ഫലം ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതായ 3 കൂറുകൾ മകരക്കൂറ്, കുംഭക്കൂറ്, മീനക്കൂറ്. ഈ കൂറിൽ ഉൾപ്പെട്ട നക്ഷത്ര ജാതകരുടെ വ്യാഴമാറ്റ ഫലത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സർവേശ്വരകാരകനായ വ്യാഴൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിൽ പ്രവേശിക്കുവാൻ പോകുകയാണ്. അതായത് 2026 ജൂൺ മാസം 2-ാം തീയതിയാണ് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. വ്യാഴം കർക്കിടകം രാശിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഓരോ നക്ഷത്ര ജാതകർക്കും വ്യത്യസ്തമായ ഫലമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ചിലർക്ക് സാമ്പത്തികപരമായ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും. എന്നാൽ മറ്റു ചിലർക്ക് പലവിധ വീഴ്ചകൾ മുതലായവ വന്നു ഭവിക്കുവാൻ സാധ്യത ഏറുന്നു. എന്നാൽ മറ്റു ചിലർക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. എന്നിങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പലർക്കും വന്നു ചേരേണ്ട ഒരു കാലഘട്ടം കൂടിയാകുന്നു ഈ ഒരു വർഷ കാലഘട്ടം. വ്യാഴൻ തന്റെ ഉച്ചരാശിയിൽ പ്രവേശിക്കുമ്പോൾ മകരക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നതായ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിന്റെ അര നക്ഷത്ര ജാതകർക്ക് എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് വന്നു ഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ 7-ാം ഭാവത്തിൽ വരികയാൽ പലവിധ ഗുണാനുഭവങ്ങളാണ് ഇവരെ തേടി വരുന്നത്. ഇത്രയും കാലം വിവാഹം നടക്കാതിരുന്ന പലർക്കും വിവാഹം നടക്കുവാൻ അനുകൂലമായ കാലഘട്ടമാണ്. അത് പല രീതിയിൽ വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട്. പലവിധ പ്രേമബന്ധങ്ങൾ വന്നു ഭവിക്കുവാൻ വളരെ സാധ്യതയേറിയ ഒരു കാലഘട്ടമാണ് എന്നുകൂടി പറയാം. ഇതുവരെ ദൈവവിശ്വാസം ഇല്ലായിരുന്ന വ്യക്തികൾക്ക് ദൈവവിശ്വാസം വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാകുന്നു ഈ ഒരു കാലഘട്ടം. പല ദീർഘദൂര യാത്രകളും ചെയ്യേണ്ടതായ ഒരു കാലഘട്ടം കൂടിയാകുന്നു. അച്ഛനിൽ നിന്നും പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുകയും ചില തന്ത്രാദി കാര്യങ്ങൾ പഠിക്കുവാനും ലോണുകൾ, ചിട്ടികൾ മുതലായവ കൃത്യസമയത്ത് അടച്ചു തീർക്കുവാൻ കഴിയുകയും പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാനും വിദേശവാസത്തിനും അനുകൂലമായ കാലഘട്ടമാകുന്നു. പിണങ്ങിക്കഴിഞ്ഞിരുന്ന ദമ്പതിമാർ ഒന്നിക്കുവാനും അനുകൂലമായ കാലഘട്ടം കൂടിയാകുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്ക് ജോലി ലഭിക്കുവാനും ഇതുവരെ ശരീരത്തിൽ നിലനിന്നിരുന്നതായ പലവിധ രോഗങ്ങൾക്ക് ശമനം വന്നു ഭവിക്കുകയും സ്വദേശം വിട്ട് വിദേശത്ത് പോയി ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കുവാനും നേവി, മിലിറ്ററി മുതലായവയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനും തൊഴിലിൽ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാകുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ പദവിയിൽ പ്രവേശിക്കുവാനും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാകുന്നു. രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും അനുകൂല കാലം. കിട്ടാനുണ്ടായിരുന്ന ധനം തിരികെ ലഭിക്കുവാനും സഹായികളായി നിൽക്കുന്നവരിൽ നിന്നും പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുവാൻ കഴിയുകയും വാഹനങ്ങൾ മേടിക്കുവാനും പഴയ വാഹനങ്ങൾ കൊടുത്ത് പുതിയ വാഹനങ്ങൾ മേടിക്കുവാനും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം ഇവരെ സംബന്ധിച്ചിടത്തോളം. ഈ വർഷകാലം ഇവർക്ക് ഏറ്റവും കൂടുതൽ അനുകൂല അവസ്ഥ ഉണ്ടാക്കുന്നത് വിവാഹാദി കാര്യങ്ങളിലാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് ഇവർക്ക് അനുകൂലമായതിനാൽ ഉമാമഹേശ്വര അർച്ചന നടത്തുന്നതും സ്വയംവര അർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു. അതായത് തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് ഈ അർച്ചന നടത്തേണ്ടത്. അടുത്തതായി കുംഭക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നതായ അവിട്ടമര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്ര ജാതകരുടെ 6-ാം ഭാവത്തിൽ വ്യാഴൻ വരുന്നതിനാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വർഷക്കാലം സമ്മിശ്രമായ ഫലമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. പലവിധ ചതികളിൽ പോയി പെടാനുള്ള സാധ്യത ഏറിയ ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലഘട്ടം. അതിനാൽ ധനപരമായ ഏത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുക. ചില ഓൺലൈൻ തട്ടിപ്പുകളിൽ പെടുവാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാകുന്നു. ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് കർമ്മ മേഖലയിൽ പലവിധ ക്ലേശാനുഭവങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയേറിയ ഒരു കാലഘട്ടം കൂടിയാണ്. ധനം കടം കൊടുത്തവർക്ക് ധനം തിരികെ ലഭിക്കാത്ത അവസ്ഥ വന്നു ഭവിക്കുകയും പലവിധ വാക്കുതർക്കങ്ങളിൽ പോയി ഇടപെട്ട് നാണം കിടേണ്ടതായ അവസ്ഥ വന്നു ഭവിക്കുകയും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതായ ഒരു കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം. പൂർവികമായി ഉണ്ടായിരുന്ന കുടുംബസ്വത്തിന്റെ പേരിൽ പലവിധ തർക്കങ്ങൾ വന്നു ഭവിക്കുവാനും സാധ്യത ഏറുകയാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളായി നിലനിന്നവർ എല്ലാം
മിത്രങ്ങളായി മാറുവാനുള്ള സാധ്യതയേറിയ ഒരു കാലഘട്ടം കൂടിയാകുന്നു. നിലവിലുണ്ടായിരുന്ന രോഗങ്ങൾക്ക് ശമനം വന്ന് ഭവിക്കുകയും ഇടയ്ക്കിടയ്ക്ക് പലവിധ തടസ്സങ്ങൾ ഇവർക്ക് അനുഭവപ്പെടുമെങ്കിലും ആ തടസ്സങ്ങളെല്ലാം മാറ്റുവാൻ വേണ്ടി വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. തന്റെ ശമ്പളവുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. കിട്ടാനുണ്ടായിരുന്ന ധനം തിരികെ ലഭിക്കാത്ത അവസ്ഥ വന്നു ഭവിക്കുകയും ലോണ് കിട്ടാതിരിക്കുക, ചിട്ടി കിട്ടാതിരിക്കുക മുതലായ അവസ്ഥകൾ നേരിടേണ്ടതായ ഒരു കാലഘട്ടം കൂടിയാകുന്നു. വാഹനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുവാൻ സാധ്യത ഏറുന്നു. എന്നിരുന്നാലും വീട് പുതുക്കി പണിയുവാനും കാർ മേടിക്കുവാനും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം. ഈ നക്ഷത്ര ജാതകർക്ക് പരിഹാരമായി ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നതും വിഷ്ണുവിന് പാൽപായസം നടത്തുന്നതും ധന്വന്തരി അർച്ചന നടത്തുന്നതും പൂർണ്ണ ഉത്തമമായി കരുതപ്പെടുന്നു. ഈ നക്ഷത്ര ജാതകരുടെ ജാതകത്തിൽ ബലവാനായതും അനിഷ്ടസ്ഥാനത്ത് നിൽക്കാത്തതുമായ ശുഭഗ്രഹങ്ങളുടെ ദശാപഹാര കാലഘട്ടങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങൾക്ക് ഒരു പൂർണ്ണത ഉണ്ടാകത്തില്ല. മീനക്കൂറിൽ ഉൾപ്പെട്ടതായ പൂരുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴമാറ്റത്തോടുകൂടി എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏഴര ശനി കാലം നിലനിൽക്കുന്നതിനോടൊപ്പം വ്യാഴൻ 5-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. 5-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മനദുഃഖങ്ങൾക്ക് ശമനമുണ്ടാകുകയും മനസ്സിൽ സമാധാനവും സന്തോഷവും കുടുംബത്തിൽ ഐക്യതയും വന്നു ഭവിക്കുവാൻ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം. തന്റെ മക്കളെ ഓർത്ത് ഉണ്ടായിരുന്ന ദുഃഖങ്ങൾക്ക് ശമനമുണ്ടാകുകയും മക്കൾക്ക് ജോലി ലഭിക്കുവാനും വിവാഹാദി കാര്യങ്ങൾക്കും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാകുന്നു. ശരീരത്തിന് നിലനിന്നിരുന്നതായ വേദന, ഉറക്കക്കുറവ് എന്നിവയ്ക്ക് ശമനമുണ്ടാകുകയും സന്താനങ്ങൾ ജനിക്കാത്തവർക്ക് സന്താനങ്ങൾ ജനിക്കുവാനും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം. 5-ൽ വ്യാഴം നിൽക്കുന്നതിനാൽ മന്ത്രതന്ത്രാദി കാര്യങ്ങൾ പഠിക്കുവാനും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാകുന്നു. തന്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പുലർത്തുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ വരാൻ പോകുന്ന കാലഘട്ടം. പുരാതനാദി കാര്യങ്ങളോട് താല്പര്യം വർദ്ധിക്കുകയും അപ്രതീക്ഷിതമായി പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും ലോട്ടറിയിൽ നിന്നും പലവിധ പ്രൈസുകൾ നേടിയെടുക്കുവാൻ സാധിക്കുകയും മനസ്സിൽ പുതിയ പദ്ധതികൾ ഉദിക്കുകയും ചില ദീർഘദൂര യാത്രകൾ പോകുവാനും അനുകൂലമായൊരു കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം. തൊഴിലിൽ പുരോഗതിയും സ്ഥാനക്കയറ്റവും ഇതുവരെ നിലനിന്നതായ തർക്കങ്ങൾക്ക് ശമനമുണ്ടാകുകയും പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാനും അനുകൂലമായൊരു കാലഘട്ടം കൂടിയാകുന്നു. ശരീരത്തിന്റെ നിറത്തിന് വ്യത്യാസം വരുവാൻ സാധ്യത ഏറുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കാലഘട്ടം. എന്നിരുന്നാലും ചന്ദ്രലഗ്നാധിപനായ വ്യാഴം 5-ൽ വരികയാൽ ഇതിനൊരു പൂർണ്ണ പരിഹാരം വന്നു ഭവിക്കുകയും അലർജി സംബന്ധമായ രോഗങ്ങൾക്ക് ശമനമുണ്ടാകുകയും ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാകുന്നു. എന്നാൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുവാൻ പോകുകയാണ്. പ്രൊമോഷൻ മുതലായവ ലഭിക്കാതിരുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കുവാനും അനുകൂല കാലഘട്ടം തന്നെ. മത്സര പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയം നേടുവാനും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാകുന്നു. ഇവർക്ക് പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണുവിന് പാൽപായസം നടത്തുന്നതും ശിവന് ജലധാര നടത്തുന്നതും അനുകൂലമാകുന്നു. സന്താന തടസ്സം അനുഭവിക്കുന്നവർക്ക് സന്താന ഗോപാല അർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.